ഇന്ന് നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്നത് പോലെ നല്ല രുചികരമായ ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പ്രധാനമായും വേണ്ടത് 2 കപ്പ് ബാസ്മതി റൈസാണ്. പിന്നെ പച്ചക്കറികളായി 15 ബീൻസും 2 ക്യാരറ്റും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മസാലകൾക്ക് വേണ്ടി 5 ഏലക്ക, 8 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യും ഉപ്പും വേണം. അതുകൂടാതെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അരമുറി നാരങ്ങയുടെ നീര് കൂടി നമുക്ക് ആവശ്യമാണ്. അവസാനം ചോറൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ആവശ്യത്തിന് ബാസ്മതി റൈസ് എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കുക. ശേഷം ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ കുതിരാനായി വെക്കണം. എന്നിട്ട് വെള്ളം പൂർണ്ണമായും വാർന്നു പോകാനായി ഒരു അരിപ്പയിലേക്ക് മാറ്റിവെക്കാം. ഇനി ഒരു പാനിലേക്ക് അല്പം നെയ്യൊഴിച്ച് നമ്മുടെ ബീൻസും ക്യാരറ്റും കൂടി വഴറ്റിയെടുക്കാം. ആദ്യം നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് വഴറ്റാം. ബീൻസ് പകുതി വേവായാൽ മതിയാകും. ഒരു 3 മിനിറ്റ് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് ക്യാരറ്റ് കൂടി ചേർത്ത് വീണ്ടും ഒരു 3 മിനിറ്റ് കൂടി വഴറ്റിയെടുക്കാം. ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാത്രത്തിൽ അല്പം നെയ്യൊഴിച്ച് അരിയിട്ട് നന്നായി ഒന്ന് വഴറ്റണം. അരി ചെറുതായി പൊട്ടിത്തുടങ്ങുന്ന ആ ഒരു പരുവമാണ് കറക്റ്റ്. ഇത് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ മറ്റൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കണം. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കേണ്ടത്. ഈ തിളച്ച വെള്ളത്തിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട, കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ അത് നമ്മുടെ വഴറ്റി വെച്ച അരിയിലേക്ക് ഒഴിച്ച് മീഡിയം തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഏകദേശം വറ്റി തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച പച്ചക്കറികൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വെള്ളം പൂർണ്ണമായും വറ്റിക്കുന്നത് വരെ കാത്തിരിക്കാം. വെള്ളമൊക്കെ വറ്റി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഉടനെ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം ഒരു 10-15 മിനിറ്റ് കൂടി പാത്രം അടച്ചു വെക്കുക. അവസാനമായി വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് മല്ലിയിലയും കൂടി തൂവിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഫ്രൈഡ് റൈസ് റെഡിയായി.